ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇനി ഞാൻ വന്നിട്ടുള്ളത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സൊക്കെ കളക്ട് ചെയ്തിട്ട് തന്നെയാണ്. വീഡിയോ എന്തായാലും നിങ്ങൾക്ക് ഉപകാരപ്പെടും. വീഡിയോ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പുതിയ കൂട്ടുകാർ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റത്തെ ടിപ്പ് എന്താണെന്ന് നോക്കാം. നമ്മൾ റേഷൻ കടയിൽ നിന്നൊക്കെ മുത്താരി വാങ്ങുന്ന സമയത്ത് നല്ല ഡസ്റ്റ് ഉണ്ടാവും അതിൽ. അപ്പോൾ നന്നായിട്ടൊന്ന് കഴുകിയതിന് ശേഷം ഇതിൽ നിന്നും കല്ലൊക്കെ നമ്മൾ അരിച്ചെടുത്തതിന് ശേഷം വേണം പൊടിച്ചെടുക്കാൻ, അല്ലെങ്കിൽ ഇത് നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. ഇപ്പോൾ നിങ്ങൾക്ക് കഴുകി എടുത്തിട്ട് ഞാൻ വെച്ചപ്പോൾ തന്നെ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും നന്നായിട്ട് ഇതിൽ ചെറിയ ചെറിയ പൊടിക്കല്ലുകളുണ്ട് കേട്ടോ. അരിച്ചെടുത്ത് നമ്മൾ പൊടിച്ചെടുക്കുമ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള മുത്താറിപ്പൊടി നമുക്ക് കിട്ടുള്ളൂ. അത് അങ്ങനെ അരിച്ചെടുക്കാമെന്ന് ഞാനിവിടെ കാണിക്കുന്നുണ്ട്. ഇപ്പോൾ മാർക്കറ്റിൽ അരിച്ചെടുക്കാനുള്ള പാത്രങ്ങളൊക്കെ അവൈലബിൾ ആണ്. അതുപോലുള്ള പാത്രങ്ങളും ഇങ്ങനെ അരിച്ചെടുക്കാൻ പ്രാക്ടീസ് ഇല്ലാത്തവർക്കും എല്ലാം പറ്റിയ നല്ലൊരു കിടിലൻ ഐഡിയ ഞാൻ ഇതിൽ കാണിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുപോലെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഒരു തരി കല്ല് പോലും ഇല്ലാതെ നമുക്ക് മുത്തരി എന്ത് വേണമെങ്കിലും അരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. എനിക്ക് കൈവച്ചിട്ട് അരിക്കാൻ പ്രാക്ടീസ് ഇല്ലാത്തതുകൊണ്ട് ചെറിയമ്മയാണ് കേട്ടോ ഇവിടെ അരിച്ചെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും എല്ലാ കല്ലും ഇതുപോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അരിച്ചെടുക്കാൻ അറിയാത്തവർക്ക് പറ്റിയ കിടിലിനൊരു ഐഡിയ ആണ് ഇപ്പോൾ ഞാൻ പറഞ്ഞു തരുന്നത്. നമ്മൾ അരിക്കാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ ഒരു 2 വളയോ അല്ലെങ്കിൽ കോയിനോ ഉണ്ടെങ്കിൽ ഇതുപോലെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ആ മുത്താറിയൊക്കെ ഇതിലേക്ക് വരികയും കല്ല് മുകളിലോട്ട് പോയിട്ട് നമുക്ക് വളരെ പെട്ടെന്ന് അരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുകയും ചെയ്യും കേട്ടോ. അപ്പോൾ അരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പ്രാക്ടീസ് ഇല്ലാത്തവർ അരി ആയാലും മുത്താരി ആയാലും ഒക്കെ അരിച്ചെടുക്കുന്ന സമയത്ത് ഇതുപോലെ ചെയ്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടും. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നെക്സ്റ്റ് ഒരു റെസിപ്പിയാണ് കേട്ടോ. ഈ ചൂട് കൂടി വരുന്ന സമയത്ത് നമ്മളെ മക്കൾക്കൊക്കെ ശരീരത്തിൽ ഡീഹൈഡ്രേഷൻ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതൊന്നുമില്ലാതെ നന്നായിട്ട് ഫ്രൂട്ട്സ് ജ്യൂസ് അടിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ വെള്ളം നന്നായിട്ട് കുടിപ്പിക്കുക. അതുപോലെയൊക്കെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ കുറച്ചൊക്കെ നമുക്ക് ഒരു പരിധി വരെ അത് തടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. വാട്ടർ കണ്ടൻറ്റ് കൂടുതലായിട്ട് അടങ്ങിയിട്ടുള്ള വാട്ടർ മെലനൊക്കെ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ അത് മക്കൾക്ക് വളരെ നല്ലതായിരിക്കും. മക്കൾക്ക് മുഴുവനായിട്ട് ഫ്രൂട്ട്സ് ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അവർ ചിലപ്പോൾ കഴിക്കാൻ വേണ്ടിയിട്ട് താല്പര്യപ്പെടില്ല. എന്നാൽ ഇതുപോലെ ഞാൻ ചെയ്യുന്നത് പോലെ നിങ്ങൾ ചെയ്തെടുക്കുകയാണെങ്കിൽ മക്കൾ നല്ല ഇഷ്ടത്തോടു കൂടി കഴിക്കും കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് ആപ്പിള്, ഉറുമാമ്പഴം, അതുപോലെ തന്നെ മുന്തിരി, മാങ്ങ എല്ലാം എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ പഴം, പൈനാപ്പിളൊക്കെ എടുക്കാവുന്നതാണ്. ഞാൻ എൻ്റെ അടുത്തുള്ള ഫ്രൂട്ട്സ് എടുത്തതിന് ശേഷം ചെറുതായിട്ടൊന്ന് ഇതുപോലെ വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ എല്ലാം ഞാനൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. നിങ്ങളുടെ ഇഷ്ടത്തിന് ഏത് ഫ്രൂട്ട്സ് വേണമെങ്കിലും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പം ഞാൻ എടുത്തു വെച്ചിട്ടുള്ള ഫ്രൂട്ട്സ് എല്ലാം ഇതുപോലൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാനൊരു പാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് 1/2 ലിറ്റർ പാലാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് മധുരത്തിന് ആവശ്യമായ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ സമയത്ത് ഞാൻ 2 ടേബിൾ സ്പൂൺ കസ്റ്റർഡ് പൗഡർ കുറച്ച് പാലൊഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. ഇത് ഡയറക്റ്റായിട്ട് നമ്മൾ തിളയ്ക്കുന്ന പാലിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ കട്ട കെട്ടാനുള്ള സാധ്യതയുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് മിക്സ് ചെയ്തിട്ട് ഇതുപോലെ നമ്മൾ കുറച്ചായിട്ട് പാലിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് 2 മിനിറ്റ് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കാം. അപ്പോൾ നമ്മളുടെ മിക്സ് റെഡി ആയിട്ടുണ്ട്. നന്നായിട്ടൊന്ന് തണുത്തതിന് ശേഷം ഞാൻ എടുത്തു വെച്ചിട്ടുള്ള ഫ്രൂട്ട്സ് ഓരോന്നായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ നല്ല ടേസ്റ്റിയും ഈസിയുമായിട്ടുള്ള കസ്റ്റർഡ് ഫ്രൂട്ട് സാലഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഉറപ്പായിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും കേട്ടോ. ഇത് തണുപ്പിച്ച് കഴിക്കാനായിരിക്കും നല്ല ടേസ്റ്റ്. അപ്പോൾ അങ്ങനെയും നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം. ഇപ്പോൾ ഗ്യാസ് സ്റ്റോപ്പിൻ്റെ അവസ്ഥ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ടാകും. കറിയൊക്കെ തിളച്ച് പൊങ്ങിയിട്ട് നന്നായിട്ട് അഴുക്കായിട്ടുണ്ട് ഗ്യാസ് സ്റ്റോപ്പ്. രാവിലത്തെ നമ്മളുടെ കിച്ചൺ വർക്കൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏകദേശം എല്ലാവരുടെയും ഗ്യാസ് സ്റ്റോപ്പിൻ്റെ അവസ്ഥ ഇതുപോലെ തന്നെ ആയിരിക്കും. എന്നാൽ വളരെ എളുപ്പത്തിൽ ഒരു പൈസ പോലും ചിലവില്ലാതെ നമുക്കിത് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റിയ നല്ലൊരു കിടിലൻ ഐഡിയയാണ് ഞാനിവിടെ കാണിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വെണ്ണീറാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് അതിലേക്ക് കുറച്ച് ഡിഷ് വാഷ് ലിക്വിഡാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണ്ടെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. അതിന് പകരമായിട്ട് ഒരു ചെറിയ സോപ്പിൻ്റെ കഷ്ണമായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. സോപ്പ് ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഞാൻ ജസ്റ്റ് ഒന്നൊരു പതയ്ക്ക് വേണ്ടിയിട്ട് ചേർത്തൊന്ന് മാത്രം. എന്നിട്ട് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് കുറച്ച് വിനീഗറാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. വിനീഗർ ഒഴിക്കുന്ന സമയത്തൊന്ന് പതഞ്ഞ് വരും. അപ്പോൾ കുറച്ച് വലിയ പാത്രം തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. എന്നിട്ട് ഇതൊന്ന് മിക്സായി വരാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ ക്ലീനിങ്ങിനായിട്ടുള്ള സൊല്യൂഷൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഞാൻ കുറച്ചായിട്ട് ഗ്യാസ് സ്റ്റോപ്പിൻ്റെ മുകളിലേക്ക് ഇതുപോലെ
ഇതുപോലെ ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കുന്നുണ്ട്. പണ്ട് കാലം മുതൽക്ക് തന്നെ പാത്രം കഴുകാനായും ക്ലീനിങ്ങിനായാലും വെണ്ണീറായാലും ചാർക്കോളായാലും ഒക്കെ യൂസ് ചെയ്ത് വരാറുണ്ട്. എന്നാൽ ഇപ്പോഴത്തെ തലമുറയിൽ 90% ആൾക്കാർക്കും ഇത് അറിയാൻ വേണ്ടിയിട്ട് സാധ്യതയില്ല. നമ്മളിത് ഉപയോഗിച്ചിട്ട് ഗ്യാസ് സ്റ്റോപ്പ് ക്ലീനിങ്ങിനായാലും സിങ്കായാലും പാത്രങ്ങളായാലും ബാത്റൂം ടൈലായാലും ഫ്ലോർ ടൈലായാലും നമുക്ക് വളരെ എളുപ്പത്തിൽ ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. നല്ല ക്ലീനായി കിട്ടുകയും ചെയ്യും. അപ്പം ഞാൻ ഗ്യാസ് സ്റ്റോപ്പിൻ്റെ മുകളിലൊക്കെ നന്നായിട്ട് ഇതുപോലെ ഒന്ന് തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ സ്റ്റീൽ ഗാർഡിലും ഇതുപോലെ ഒന്ന് തേക്കുന്നുണ്ട്. കറകളൊക്കെ നന്നായിട്ട് പോയി കിട്ടും കേട്ടോ. നിങ്ങൾക്ക് വെണ്ണീറിന് പകരമായിട്ട് ചാർക്കോൾ വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ എല്ലായിടത്തേക്കും നന്നായിട്ടൊന്ന് സ്പ്രെഡാക്കി കൊടുത്തതിന് ശേഷം വേഗത്തിലൊന്ന് കഴുകി എടുക്കുന്നുണ്ട് കേട്ടോ. വെണ്ണീർ തേച്ച് നമ്മൾ കഴുകുന്ന സമയത്ത് കുറേ സമയം അത് ഉണങ്ങാൻ വേണ്ടിയിട്ട് വെക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ നമ്മൾ വെക്കുന്ന സമയത്ത് വെള്ള കളറിലുള്ള പാടുകളൊക്കെ വരുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ തേച്ച ഉടനെ തന്നെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ സ്റ്റീൽ ഗാർഡിലുള്ള മാറ്റം മനസ്സിലാവുന്നുണ്ടാവും. അത്രയ്ക്ക് നല്ല കറകളൊക്കെ പോയിട്ട് ക്ലീനായി കിട്ടിയിട്ടുണ്ട്. ഞാനൊരു നനഞ്ഞ ക്ലോത്ത് ഉപയോഗിച്ച് ഗ്യാസ് സ്റ്റോപ്പും കൂടെ ഒന്ന് ക്ലീനാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഗ്യാസ് സ്റ്റോപ്പത്തെ കറകളും നന്നായിട്ട് പോയി കിട്ടിയിട്ട് നല്ല പുതിയതുപോലെ തന്നെ വെട്ടി തിളങ്ങുന്നുണ്ട്. അപ്പോൾ നമ്മൾ വെറുതെ വലിച്ചെറിയുന്ന ഒരു സംഭവം കൊണ്ട് നമുക്ക് ഇത്രയ്ക്കും ക്ലീനാക്കാൻ പറ്റുമെന്ന് കരുതിയിട്ടില്ല. അപ്പോൾ നിങ്ങൾ ഇതുവരെ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളടുത്ത് വിനീഗർ സോപ്പൊന്നും ഇല്ലെങ്കിൽ കുഴപ്പമില്ല. ജസ്റ്റ് ആ ചാരം മാത്രം ഇട്ടിട്ട് നമുക്ക് ക്ലീനാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും അഴുക്കൊക്കെ പോയിട്ട് നല്ലതുപോലെ തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ വാല്യുബിൾ ആയിട്ടുള്ള കമൻറ്റ്സ് അറിയിക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം. അതേ സൊല്യൂഷൻ ഞാൻ സിങ്കിലേക്കാണ് കുറച്ചാക്കി കൊടുക്കുന്നത്. എന്നിട്ട് എല്ലായിടത്തും നന്നായിട്ടൊന്ന് കൈ വെച്ച് സ്പ്രെഡാക്കി കൊടുത്തതിന് ശേഷം അപ്പോൾ തന്നെ ഞാനൊന്ന് കഴുകിയെടുക്കുന്നുണ്ട്. ഇത് തേച്ച് കൊടുത്ത് നമ്മൾ റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ ഇതിൻ്റെ റിസൾട്ട് കിട്ടും കേട്ടോ. കുറച്ചധികം സമയം നമ്മൾ വെച്ചതിന് ശേഷം കഴുകിയെടുക്കുകയാണെങ്കിൽ അത് ഉണങ്ങി പിടിച്ച് വല്ലാതെ പാടുകളായിട്ട് വരാറുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്കിത് ജസ്റ്റ് ഒന്ന് തേച്ച് കൊടുത്ത് അപ്പം തന്നെ കഴുകിയെടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ എല്ലായിടത്തേക്കും ഇതുപോലെ ഒന്ന് തേച്ച് കൊടുക്കുന്നുണ്ട്. യാതൊരു കെമിക്കൽസും നമ്മൾ യൂസ് ചെയ്യാത്തത് കൊണ്ട് തന്നെ കൈകൾക്കൊന്നും അലർജിയോ കാര്യങ്ങളോ ഒന്നും തന്നെ വരില്ല കേട്ടോ. അപ്പോൾ ഞാൻ തേച്ച് കൊടുത്തതൊക്കെ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുന്നുണ്ട്. അപ്പോൾ കഴുകിയെടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും മാറ്റം. നന്നായിട്ട് നമുക്ക് അഴുക്കൊക്കെ പോയിട്ട് സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ടിപ്സും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഗ്ലാസ് നിങ്ങൾക്ക് കാണിക്കുമ്പോൾ തന്നെ കാണാൻ പറ്റുന്നുണ്ടാവും നന്നായിട്ട് മങ്ങിയിട്ടുണ്ട്. നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന ഗ്ലാസ്സൊക്കെ ഇതുപോലെ നമ്മൾ കഴുകിയെടുത്ത് വെക്കുകയാണെങ്കിൽ അതിൻ്റെ തിളക്കൊക്കെ നഷ്ടപ്പെട്ടിട്ട് പഴയതുപോലെ നമുക്ക് കാണാറുണ്ട്. എന്നാൽ ഈ സൊല്യൂഷൻ ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് എല്ലായിടത്തും തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ഞാനൊന്ന് കഴുകിയെടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ മാറ്റം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഗ്ലാസിൻ്റെ പാത്രങ്ങൾ മാത്രമല്ല കേട്ടോ, സ്റ്റീലായാലും സെറാമിക് ആയാലും നമുക്ക് ഇതുപോലെ തന്നെ കഴുകിയെടുക്കാവുന്നതാണ്. ഇനി ഞാനപ്പോൾ ഈ ഗ്ലാസ് ഒന്ന് കഴുകിയെടുക്കുന്നുണ്ട്. അപ്പോൾ നേരത്തെ നിങ്ങൾക്ക് കാണിച്ചപ്പോൾ കണ്ടിട്ടുണ്ടാവും അതിൻ്റെ ബാക്ക് സൈഡിലൊക്കെ നന്നായിട്ടൊരു പുക പിടിച്ചതുപോലെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ പോയിട്ട് നന്നായിട്ട് നമ്മളുടെ പുത്തൻ പോലെ തന്നെ ഗ്ലാസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടും കേട്ടോ. അടുത്ത ടിപ്പിന് വേണ്ടിയിട്ട് ഞാനിവിടെ വെറുതെ വലിച്ചെറിയുന്ന ഇഞ്ചക്ഷനാണ് എടുക്കുന്നത്. നമുക്കിതിൻ്റെ നീഡിൽ മാത്രമാണ് ആവശ്യമായിട്ട് വരുന്നത്. ഇപ്പോൾ വെക്കേഷൻ ടൈമാണ്. എല്ലായിടത്തേക്കും ടൂറായിട്ടും വിരുന്നായിട്ടും ഒക്കെ പോകുന്ന സമയമാണ്. അപ്പോൾ നമ്മൾ വീട്ടിൽ വെച്ചുണ്ടാക്കിയിട്ടുള്ള ചെടികൾക്കൊക്കെ ആര് വെള്ളം ഒഴിക്കുമെന്നുള്ളൊരു ടെൻഷനായിരിക്കും എപ്പോഴും. അതുകൊണ്ട് തന്നെ ചിലവരൊന്നും വെക്കേഷനൊന്നും എങ്ങോട്ട് പോകാറില്ല. അപ്പോൾ ഇനിയിപ്പോൾ അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇതുപോലൊരു വെറുതെ വലിച്ചെറിയുന്ന ബോട്ടിലും ഒരു നീഡിലും ഉണ്ടെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റിയ നല്ലൊരു കിടിലൻ സംഭവമാണ് ഇട്ടത്. അപ്പോൾ ആ ഇഞ്ചക്ഷൻ ഒന്ന് എടുത്തതിന് ശേഷം ഞാൻ വാട്ടർ ബോട്ടിലേക്ക് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ അത് ബോട്ടിലേക്ക് ഒന്ന് സെറ്റായി കിട്ടും കേട്ടോ. ഇനി പിന്നെ സൈഡിലൊക്കെ വെള്ളം ഒലിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ പശ വെച്ച് സെറ്റ് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ പശയൊന്നും വെച്ച് കൊടുത്തിട്ടില്ല. എന്നിട്ട് ബോട്ടിലിൻ്റെ മൂടി നന്നായിട്ട് ടൈറ്റ് ചെയ്യുകയാണെങ്കിൽ കുറച്ചായിട്ട് വെള്ളം വരികയുള്ളൂ. നമ്മൾ കുറച്ചൊന്ന് ലൂസാക്കി കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തുള്ളികളായിട്ട് വരും കേട്ടോ.
ഉണ്ടാക്കിയെടുത്തതിന് ശേഷം കുറച്ച് ഉയരത്തിൽ വെക്കാൻ വേണ്ടിയിട്ട് നോക്കുക. അപ്പോൾ അങ്ങനെ വെക്കാനുള്ള സൗകര്യം ഇല്ലെങ്കിൽ നമ്മളുടെ ചെടിയുടെ ബാഗിൽ സ്ഥലം ഉണ്ടെങ്കിൽ ഇതുപോലെ വെച്ച് കൊടുത്താലും മതി കേട്ടോ. അതും നല്ല റിസൾട്ട് തന്നെയായിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇതുവരെ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. 100% നിങ്ങൾക്ക് സക്സസ് ആവും കേട്ടോ. അപ്പോൾ ഇന്ന് കാണിച്ച എല്ലാ ടിപ്സും എല്ലാവർക്കും പ്രയോജനകരമായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത്രയും നേരം വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് ഇനിയും നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് വരെ എല്ലാവർക്കും ബായ്.